നമസ്കാരം. ദ സൈക്കോളജി ഓഫ് കറേജ്. വൈ കറേജ് ചേഞ്ചസ് എവരിത്തിങ്. എന്താണ് ധൈര്യം? എല്ലാവരും ധൈര്യമുള്ളവരാണോ? സൈക്കോളജി പറയുന്നത് ധൈര്യം എന്നത് ഭയമില്ലായ്മയല്ല, ഭയത്തെ മറികടക്കുക എന്നാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സത്യം അതാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്നു നമുക്ക് ഭയമില്ലായ്മയാണ് നമ്മുടെ ധൈര്യം. അങ്ങനെയുള്ളവർ, ഭയത്തെ പേടിക്കാത്തവർ ആണ് ധൈര്യമുള്ളവർ എന്ന്. അല്ല, ഏതൊരു ഭയവും മനുഷ്യ ജീവിതത്തിൽ സാധാരണമാണ്. അത് മനസ്സിലാക്കി ബുദ്ധിപൂർവം അവയെ മറികടക്കുന്നവനാണ് യഥാർത്ഥ ധൈര്യശാലി. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ചെയ്യണോ വേണ്ടായോ എന്ന ഭയമുണ്ടാവാറുണ്ട്. ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ ഭയമുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ഭയമുണ്ട്. ഒരാളോടൊരു കാര്യം സംസാരിക്കണമെങ്കിൽ ഭയമുണ്ട്. ഈ ഭയത്തെ മറികടക്കുന്നവനാണ് യഥാർത്ഥ ധൈര്യശാലി. അല്ലാതെ എന്തും ഒരു പേടിയുമില്ലാതെ എന്തും ചെയ്യുന്നവനല്ല ധൈര്യശാലി. അതിൽ വിവേകത്തിൻ്റെ പ്രശ്നവും വരാം. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം. അപ്പോൾ അതല്ല ധൈര്യം. ധൈര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏതൊരു പേടിയെയും ആലോചിച്ച് ബുദ്ധിപൂർവം മറികടന്ന് വിജയിക്കുന്നതാണ് യഥാർത്ഥ ധൈര്യം. നമ്മൾ ഭയത്തിൻ്റെ ഡ്രൈവർ അല്ല ആകേണ്ടത്, ലക്ഷ്യത്തിൻ്റെ ഡ്രൈവറാണ്. ഭയമില്ലായ്മ എന്നതിൻ്റെ ഡ്രൈവർ അല്ല, ലക്ഷ്യത്തിൻ്റെ ഡ്രൈവർ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു കാര്യം വരുമ്പോഴും മനുഷ്യനുണ്ടാവുന്ന സാധാരണ വികാരമാണ് ഭയമെന്ന സത്യം തിരിച്ചറിയുക. അതിനെ എങ്ങനെ മറികടക്കാമെന്ന് നന്നായി ആലോചിച്ച് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ജീവിതത്തിൽ പുതിയ വിജയങ്ങൾ കണ്ടെത്താം. നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് സാധിക്കുവാൻ കഴിയും. അവിടെ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ധൈര്യശാലികളാകുന്നത്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ ഒരു പേടി ഉണ്ടാകുന്നതോ, ഒരു തടസ്സമുണ്ടാകുന്നതോ, ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകുന്നതോ ഒന്നും തെറ്റല്ല. അത് സ്വാഭാവികമാണ്, സാധാരണ മനുഷ്യൻ്റെ ഒരു സ്വഭാവ വിശേഷമാണ്. അവയെ ആലോചിച്ച് ഇതിൽ ഞാൻ നിന്നാൽ ഇവിടെ ഞാൻ സ്റ്റക്കായി പോകും, ഈ ഭയവുമായി ഞാൻ മുന്നോട്ട് പോയാൽ എൻ്റെ ജീവിതം തീരും, ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവയെ എങ്ങനെ മറികടക്കാമെന്ന് ബുദ്ധിപൂർവ്വം തീരുമാനിക്കുക. അങ്ങനെ മറികടന്നാൽ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ധൈര്യമുള്ളവരായി മാറും. അങ്ങനെ നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നിങ്ങൾ ധൈര്യമുള്ള വിജയിക്കുന്ന ആളുകളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.